ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡില് പ്രിയ രാധികയെ വിളിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന രീതികളൊക്കെ കണ്ടു മനസ്സിലാക്കാണ്. രാധിക ചെയ്യുന്നത് പോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നു, അതുപോലെ കറിയെല്ലാം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരുവിധം എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. പ്രിയ ആകെ ക്ഷീണിക്കും. രാധിക പറയും, ഇനി നമുക്ക് പായസം ഉണ്ടാക്കണ്ടേ? പ്രിയ പറയും, വേണം. അങ്ങനെ അവരടുത്തതായിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനിടയില് രാധിക പറയണ്ട്, അതെ, പായസം അധികം വേവാൻ പാടില്ല, അത് തിളയ്ക്കുമ്പോ നീ ക്യാമറ അങ്ങോട്ട് കാണിക്കണേ. ശരി ചേച്ചി എന്ന് പറഞ്ഞ് പ്രിയ എല്ലാ വിഭവങ്ങളും ആയൊന്ന് എണ്ണി നോക്കുക. ശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്യും. അങ്ങനെ പ്രിയ പറയും, ഇനി ചേച്ചി ഫോൺ കട്ട് ചെയ്തോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. രാധിക പറയും, അയ്യോ, ഇനി അതിന്റെയൊക്കെ പാകം നോക്കണം. പ്രിയ പറയും, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഇത് പറഞ്ഞു തന്നതിന്റെ പേരില് എന്നെക്കാളും വലിയ ആളായി എന്നുള്ള തോന്നലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ കോളങ്ങ് കട്ട് ചെയ്യും. ഒരു നന്ദിയില്ലാത്ത പ്രവൃത്തി. ഈ സമയം രാധിക എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യും. പിന്നീട് മനസ്സിൽ വിചാരിക്കും, അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിന്റെ പിറന്നാളിന് ഞാൻ എല്ലാം പാചകം ചെയ്തു. അതേസമയം പ്രിയ വിചാരിക്കും, കഴിക്കാൻ സമയത്ത് ആ പൂതനകൾ എല്ലാവരും കൂടി വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതിന് ശേഷം, എന്തൊരു ചൂടും പോകെ ഇവിടെ, ഇതൊന്നും ഏൽക്കാത്തൊരു ലൈഫായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. എന്റെ ആഗ്രഹം നടന്നിരുന്നെങ്കിൽ, ഞാൻ സിനിമയിൽ എത്തിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു എന്ന് പറഞ്ഞ് പ്രിയ മുമ്പ് അഭിനയിക്കാൻ പോയൊരു നായകനില്ലേ, അവന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നത്, ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മയക്കത്തിൽ നിൽക്കുകയാണല്ലോ. ഈ സമയം കറികളെല്ലാം കരിഞ്ഞു തുടങ്ങി. പെട്ടെന്നായിരിക്കും പ്രിയ ശ്രദ്ധിക്കുന്നത്, അയ്യോ, എല്ലാം കരിഞ്ഞു പോയല്ലോ, എങ്ങനെ അവരുടെ മുന്നിൽ വിളമ്പും എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവച്ച് നിൽക്കുക. ഇതേ സമയം രാധിക എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് എല്ലാം പാത്രത്തിലൊക്കെ ആക്കി വിളമ്പി ഇങ്ങനെ നിൽക്കുക. അപ്പോഴായിരിക്കും മുത്തശ്ശി വരുന്നത്. ഇതെല്ലാം കണ്ട് തുറന്നു നോക്കുക. ഇതെന്താടി, ഇവിടെ സദ്യ വല്ലതും നടക്കുന്നുണ്ടോ? എടി, എന്തിനാ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അല്ല മുത്തശ്ശി, മുത്തശ്ശി പറയും, ഈ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും അറിയാൻ നിനക്ക്? ഉള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ദൂർത്തടിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? ഇതെന്താ, നീ ഇന്ന് വരെ കാണാത്ത നിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പിറന്നാളോ മറ്റാണോ? അപ്പൊ തന്നെ രാധികയുടെ കണ്ണു നിറയും. മുത്തശ്ശി പറയും, അതിനിപ്പോ നിനക്ക് പ്രത്യേകിച്ച് തീയതിയൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, 365 ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം, അങ്ങനെയുള്ള പിറവിയല്ലേ? രാധിക പറയും കരഞ്ഞുകൊണ്ട്, മുത്തശ്ശി, എല്ലാവർക്കും ഇഷ്ടാവെന്ന് കരുതിയ ഞാൻ. മുത്തശ്ശി പറയും, പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നീ അടുക്കളയിൽ കയറുന്നതോ നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും വെക്കുന്നതോ എനിക്ക് കണ്ടൂടാ. അപ്പോഴാ സദ്യവട്ടം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പുറത്തെടുത്തോണ്ട് പോയി കളഞ്ഞാലുണ്ടല്ലോ. രാധികയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകും. മുത്തശ്ശി പറയും, ഓ, വന്നല്ല അവളുടെ പൂങ്കണ്ണീര്. ഇനിയിപ്പോ ദേവനാരായണനും യശോദയും വരുമ്പോ ഇങ്ങനെ നിന്നാ മതി. ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തു എന്ന് അവർ വിശ്വസിച്ചോളും. ഞാനൊന്നും അവരോട് പറയില്ല മുത്തശ്ശി. മുത്തശ്ശി പറയും, അയ്യോ, വലിയ പുണ്യായി പോയി. നീ ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നു പേടിച്ചാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. ഇനി മുതൽ എന്താ പാചകം ചെയ്യേണ്ടതെന്ന് യശോദ പറയും. നിന്റെ ഇഷ്ടത്തിൽ നീ ഒന്നും ചെയ്യണ്ട. നിന്റെ തന്തയും തള്ളയും സമ്പാദിച്ചൊന്നും ഇവിടെ കൂട്ടിയിട്ടിട്ടില്ല. രാധിക വീണ്ടും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോഴേക്കും പ്രിയ അവിടെ ആകെ ടെൻഷനിലാണല്ലോ. വേഗം ഫോൺ എടുത്ത് രാധികയെ വിളിക്കും. അങ്ങനെ മുത്തശ്ശി ദേഷ്യം വരുന്നുണ്ട്. രാധിക ഫോൺ എടുക്കുമ്പോ ചോദിക്കും, ആരടി ഫോണില്? നിന്നോട് ആര് ഫോൺ എടുക്കാൻ പറഞ്ഞത്? അയ്യോ മുത്തശ്ശി, പ്രിയയാണ്. മുത്തശ്ശി പറയും, വേണ്ട, നോണ പറഞ്ഞ എന്നെ പറ്റിക്കേണ്ട, ഇങ്ങ് താടി ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് അതങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. പ്രിയ വീണ്ടും വിളിക്കും. സ്വിച്ച് ഓഫ് എന്നാ പറയണേ. സ്വിച്ച് ഓഫോ എന്ന് പറഞ്ഞ് പ്രിയ തലയ്ക്ക് കൈവച്ച് നിൽക്കുക. മുത്തശ്ശി രാധികയോട് പറയും, ഏതെങ്കിലും ചെറുക്കന്മാര് വിളിക്കായിരിക്കും, അതാ ഇങ്ങനെ കയ്യിന്ന് മാറ്റാണ്ട് ഫോണും കൊണ്ട് നടക്കുന്നത്. രാധിക, മുത്തശ്ശി, എന്നെ ഇങ്ങനെ ആരും വിളിക്കാറില്ല. ഓ, നീ അങ്ങനെ പറയൂ, നിന്നെ പ്രസവിച്ചവളുണ്ടല്ലോ, അവളോട് ചോദിച്ചാലും അങ്ങനെ പറയൂ, ആണുങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ലെന്ന്. പക്ഷെ വയറ്റിൽ നീ ഉണ്ടായി. രാധികയ്ക്ക് അത് കേൾക്കുമ്പോ വല്ലാത്ത സങ്കടവും ദേഷ്യവും വരും. മുത്തശ്ശി പറയും, അങ്ങനെ നിന്നെ പറ്റി വലിച്ചെറിയുകയും ചെയ്തു. ദേ, എന്റെ നാവ് ചൊറിയുന്നുണ്ട്, ഇതുപോലെ ഇനി ഫോണ് കയ്യിൽ വെച്ച് നിന്നാലുണ്ടല്ലോ, നിന്നെ ഞാൻ അരിഞ്ഞു കളയും എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് മുത്തശ്ശി പോവും. രാധിക എല്ലാം കേട്ട് മിണ്ടാതെ നിന്നേ ഉള്ളൂ. എന്നാലും നല്ല ദേഷ്യമുണ്ട്. ഇതേസമയം പ്രിയ വിചാരിക്കും, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. നാശം, എല്ലാരും ഇപ്പൊ കഴിക്കാൻ വേണ്ടി വരും, എന്തെടുത്ത് കൊടുക്കാനാ? ശേഷം ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ച് 10 പേർക്കുള്ള ഊണ് ഓർഡർ ചെയ്യാണ്. അയാൾ പറയും, സോറി, ഊണിന്റെ ഓർഡർ സ്വീകരിക്കില്ല. പ്രിയ ഒന്നുകൂടെ ടെൻഷനാവും. അയ്യോ പ്ലീസ്, ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിരുന്നു, പക്ഷെ എത്തിയില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ശരി, ഞാൻ കിച്ചണിൽ ചോദിക്കട്ടെ. അങ്ങനെ പ്രിയ ഫോൺ കോളിനായിട്ട് വെയിറ്റ് ചെയ്യാ. ഇതേ സമയം കൽപ്പന ഹാളിൽ നിന്ന് ഇങ്ങനെ കിച്ചണിന്റെ അവിടേക്ക് പോവാ. തമ്പുരാട്ടിയുടെ പാചകം എന്തായെന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞ് ഡോറിന്റെ അവിടെ പോയി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ചെവിയോർക്ക, ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഈ സമയം പ്രിയയുടെ ഫോണിൽ അയാൾ പറയും, 10 പേർക്കുള്ള സദ്യയല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം മാഡം. പ്രിയക്ക് സന്തോഷാവും. എത്ര സമയം കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റും? ഇതൊക്കെ കൽപ്പന കേൾക്കുന്നുണ്ട്. അങ്ങനെ അഡ്രസ് പറയും മാഡം. അങ്ങനെ പ്രിയ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഇതൊക്കെ കേൾക്കുന്ന കൽപ്പനയ്ക്ക് സന്തോഷാവും. ഓ, അപ്പോ പാചകറാണിയുടെ പാചകം ഏറ്റില്ല, ഹോട്ടലിൽ നിന്ന് വരുത്തി ഞെട്ടിക്കാനുള്ള പ്ലാനാണ്. പ്രിയയ്ക്കും, അതെ,
പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോണ്ട് ലഞ്ചിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അയാൾ പറയും ഏയ് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രിയ പറയും ഓക്കെ അറിയാം, എങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ, പൈസ ഞാൻ പേയ്മെന്റ് ചെയ്യാം. ഇതേ സമയം കൽപ്പന മനസ്സിൽ വിചാരിക്കും ഇതാടി ഞാനിവിടെ പ്രതീക്ഷിച്ചത്. വരുണിന്റെ ബർത്ത്ഡേ, ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ കൈപ്പുണ്യം അറിയാൻ വേണ്ടി കൈ കഴുകി എത്തുന്നവര് അവരുടെ മുന്നിൽ ഇനി നീ തല ഉയർത്തില്ല മോളെ. ഇതേ സമയം പ്രിയ ഉണ്ടാക്കി വെച്ച ഫുഡെല്ലാം കരിഞ്ഞുവല്ലോ, അതെല്ലാം എടുത്ത് കളയാണ്. ശേഷം പിന്നീട് കളിക്കുന്നത് കൽപ്പന ഉർവശിയുടെ അടുത്തേക്ക് പോവാ. എന്തു പറ്റിടി? കൽപ്പന പറയും ഞാനേ അവളുടെ സദ്യവട്ടം കാണാൻ പോയതാ. എന്നിട്ടോ? കൽപ്പന പറയും എത്രമാത്രം കറിയാണെന്നോ, അതിന്റെ നിറങ്ങൾ കണ്ടാൽ തന്നെ കൊതിയോ. ഉർവശിക്കും സത്യാണോ, അവൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട്? എന്റെ ചെറിയമ്മേ, ഉണ്ണാനിരിക്കുന്നവരുടെ പാത്രത്തിലെ കുറച്ച് കരിങ്കട്ടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉർവശിക്കും അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാനോ? അവളെ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെറിയമ്മേ, അതും നല്ലൊരു ഹോട്ടലിൽ നിന്ന്. അത്രയും നല്ലൊരു സ്ഥലത്തെ ഫുഡാണ് ഓർഡർ ചെയ്യുന്നതെങ്കിലേ അവളെല്ലാവരും അത് കഴിച്ചു കഴിഞ്ഞാൽ അഭിനന്ദിക്കും. ഹോട്ടലിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഗൗതം പറയും ആ ഹോട്ടലിന്റെ ഫുഡെല്ലാം ബെസ്റ്റ് അല്ലേ? കൽപ്പന പറയും അതിനെന്തൊക്കെ റിസ്ക് ഉണ്ട് ഗൗതം, ഓർഡർ ചെയ്ത ഹോട്ടലിന് ഫുഡ് ഈ അഡ്രസ്സിലെത്തണം, ശേഷം ആരും അറിയാതെ അവൾ അത് വാങ്ങിക്കണം, ശേഷം അടുക്കളയിൽ എത്തിക്കണം, പിന്നെ നമുക്ക് എല്ലാവർക്കും വിളമ്പിത്തരണം. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ അവൾ എന്ത് ചെയ്യും? പാവം കുട്ടി. ഗൗതം ചോദിക്കും കൽപ്പനയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ ഫുഡ് ഇവിടെ എത്താൻ പാടില്ല അല്ലേ? കൽപ്പന പറയും അതെ, ആ ഭക്ഷണം കണിമംഗലത്തേക്ക് വരാൻ പാടില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർക്ക് ശൂന്യതയിൽ നിന്നും അവൾ എന്ത് വിളമ്പാനാ? പിന്നെ വേറൊരു മാർഗമുണ്ട്, അങ്ങനെ ഒരു നാണക്കേടിന് നിൽക്കാതെ അവൾക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഗൗതം പറയും ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റു, അതിനി ഇങ്ങോട്ട് എത്തില്ല. കൽപ്പന പറയും ഇതിനു മുന്നേ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കൊളാക്കി തന്നിട്ടുള്ള ആളാ, ഈ കാര്യം ഗൗതമിനെ കൊണ്ട് നടക്കില്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം, ഞാൻ വേറെ ആളെ കണ്ടെത്തിക്കോളാം. ഗൗതം പറയും ഹോ, ഇവിടെ എനിക്ക് ജയിക്കാൻ ഒരവസരം എന്താ, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ ഉർവശി പറയും അല്ല കൽപ്പനെ, നമ്മളെന്തിനാ ഈ ഭക്ഷണം തടയുന്നത്? നേരെ അടുക്കളയിലേക്ക് ചെന്ന് ചേച്ചിക്കും അമ്മയ്ക്കും ആ ഭക്ഷണം കാണിച്ചു കൊടുത്താ പോരെ? കൽപ്പന പറയും ഇപ്പൊ നമ്മൾ ചെന്ന് വിളിച്ചു കഴിഞ്ഞാ അവരെന്താ പറയാ? അടുക്കളയിൽ ആരും കയറരുതെന്ന് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടെന്ന്. അവരെന്തായാലും അത് തെറ്റിക്കുന്ന ഒരു പ്രശ്നമില്ല. മാത്രമല്ല നമ്മളെല്ലാവരും സംശയരോഗികളാണെന്നും പറയും. എന്തിനാ ചെറിയമ്മേ ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ അവള് ജയിപ്പിച്ചോളും. ഉർവശിയും എല്ലാം കഴിഞ്ഞ് എനിക്ക് അമ്മയുടെ മുഖം ശരിക്കൊന്ന് കാണണം. കൽപ്പന പറയും വരുണേ, പ്രിയങ്കയെ ആദ്യമേ ഇഷ്ടമല്ല. സ്വന്തം പിറന്നാൾ അലങ്കോലാക്കിയതിന്റെ ദേഷ്യവും കൂടെ ആവുമ്പോ എപ്പ വേണമെങ്കിലും അവരുടെ ദാമ്പത്തിക ബന്ധത്തിലെ ഒരു പൊട്ടല് സംഭവിക്കാം. ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കെടാ വിളക്ക് അതേ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്താൻ അധിക സമയം വേണ്ട. ഗൗതം ചോദിക്കും വെട്ടി വീഴ്ത്തിയിട്ടേ കൽപ്പന അടങ്ങുമല്ലേ? കൽപ്പന പറയും വീഴ്ത്തണമെന്ന് തോന്നിയാ പിന്നെ അങ്ങനെ തന്നെയാണ്, അത് കഴിഞ്ഞേ കൽപ്പന ഉറങ്ങൂ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അല്പസമയം കഴിഞ്ഞ് ഡെലിവറി ബോയ് ഫുഡായിട്ട് വരുന്നതാ. എന്നാൽ ഇതേ സമയം അങ്ങേരെ തിരക്കിക്കൊണ്ട് തന്നെ ഗൗതം കാറിലെത്തുന്നുണ്ട്. അങ്ങനെ വഴിയിൽ വെച്ച് ഡെലിവറി ബോയെ കാണുമ്പോ കൈ കാണിച്ച് വണ്ടി നിർത്തണേ. ശേഷം കണിമംഗലത്തേക്കുള്ള ഫുഡല്ലേ എന്ന് വെച്ച് ഗൗതം സംസാരിച്ചിട്ട് ആ ഫുഡ് എന്റെ വൈഫ് ഓർഡർ ചെയ്തതാ, ഇങ്ങ് തന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാ ഫുഡും വാങ്ങിക്കും. എല്ലാം വാങ്ങിച്ച് കാറിൽ വെക്കും. ശേഷം ക്യാഷും ഗൗതം കൊടുക്കണേ. അങ്ങനെ ആ ഫുഡും കൊണ്ട് ഗൗതം അവിടുന്ന് പോകും. ഇതൊന്നും അറിയാതെ പ്രിയ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം കണിമംഗലത്ത് കാണിക്കുന്നത് പ്രിയ ഒഴികെ എല്ലാവരും ഹാളിലുണ്ട്. അങ്ങനെ അച്ഛൻ പറയും എന്തായാലും പ്രിയങ്ക മോളോട് കാണിച്ചത് കടുന്ന കൈയായി പോയി അമ്മേ, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പാന്ന് പറഞ്ഞാ അതൊരു സാധാരണ കാര്യമാണോ? കൽപ്പന പറയും പ്രിയങ്കയ്ക്ക് നിസ്സാര കാര്യല്ലേ, പ്രിയങ്ക തന്നെയാ എല്ലാവരോടും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞത്. ഉർവശി പറയും അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാള് അങ്ങനെ പറയോ? പത്മിനിക്കും അതെന്താ മോളെ അങ്ങനെ പറയാൻ കാരണം? അവളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും കൈയൊഴിഞ്ഞു, അപ്പൊ ആ കുട്ടിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. അപ്പോ ചെറിയച്ചൻ ചോദിക്കും തനിക്ക് എന്താ പറ്റിയത് ഉർവശി? മുത്തശ്ശി പറയും ഉർവശിക്ക് ഇത്രയും വലിയൊരു മാരക അസുഖം വന്നിട്ട് നീ അറിഞ്ഞില്ലേ? എന്ത് സുഖം? അപ്പോ അമ്മ പറയും ഉർവശിയുടെ ഒരു കയ്യേ വല്ലാതെ തരിക്കുന്നു, അനങ്ങാനും വയ്യ, കിടക്കാൻ പറഞ്ഞു എന്നാ പോയത്. അത് കേൾക്കുമ്പോ ഉർവശിക്ക് തന്നെ ചിരി വരും. അങ്ങനെ സൂര്യയ്ക്കും കൽപ്പനയ്ക്ക് അസുഖം വല്ലതും ഉണ്ടായിരുന്നോ? കൽപ്പന പറയും എനിക്ക് ഒരു അസുഖമില്ല, ആഹാരം ഉണ്ടാക്കിയത് വിളമ്പിയിട്ട് ഇവിടെ ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, ഞാൻ സഹായിക്കില്ല. അപ്പോ അച്ഛൻ പറയും ശരി അതൊക്കെ ഇരിക്കട്ടെ, ആരെങ്കിലും പ്രിയങ്കമ്മളോട് സഹായം വല്ലതും വേണമെന്ന് ചോദിച്ചു നോക്ക്, ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഈ സമയം മുത്തശ്ശി ഡോറിൽ വന്ന് തട്ടുക. പ്രിയങ്കമ്മളെ എല്ലാം തയ്യാറായോ? പ്രിയ ആകെ പേടിച്ചിക്ക. ഒരു 10 മിനിറ്റൂടെ മുത്തശ്ശി, ഞാനൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മുത്തശ്ശിക്കും മോൾക്കെല്ലാം തനിച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടോ? അമ്മ വരും വേണമെങ്കില്. പ്രിയ ആകെ ടെൻഷനില്ല. അയ്യോ വേണ്ട മുത്തശ്ശി, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഞാൻ വിളിക്കാട്ടോ. അപ്പൊ മുത്തശ്ശി അറിയും ശരി മോളെ എന്ന് പറഞ്ഞു പോവാ. പ്രിയ ആണെങ്കിൽ ടെൻഷനോട് കൂടെ നിൽക്ക. അങ്ങനെ മുത്തശ്ശി ഹോളിലേക്ക് ചെല്ലുമ്പോ പത്മിനിക്കും മോൾ എന്ത് പറഞ്ഞമ്മേ? ചോറും കറിയൊക്കെ റെഡിയാണത്രേ, എന്തോ സ്പെഷ്യൽ പായസം വെക്കാന്ന്. മെഡിക്കാണല്ലോ. അപ്പോ കൽപ്പനയ്ക്കും ഉർവശിക്കൊക്കെ ചിരി വരുന്നുണ്ട്.
ബൈജു പറയും ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ കുറ്റം പറയാൻ നിൽക്കരുത്, കഴിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ മതി. എന്താ വരുണേ? വരുൺ പറയും എനിക്കിതിലൊന്നും താല്പര്യം തോന്നുന്നില്ല, പിന്നെ പിറന്നാൾ എന്റെ ആണല്ലോ എന്നോർത്ത് സഹിച്ചു നിൽക്ക. സൂര്യ പറയും പ്രിയങ്കയുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും വെച്ച് ഇതൊരു മത്സരമാണെങ്കിൽ പ്രിയങ്ക തന്നെ വിൻ ചെയ്യും, അതെനിക്ക് ഉറപ്പാ. ഈ സമയം കൽപ്പന ഉർവശിയുടെ ചെവിയിൽ എന്ന് പറയും ഹോട്ടലിൽ നിന്ന് വരുന്ന ഭക്ഷണവും കാത്തിരിക്കുക അവളവിടെ. ഇപ്പൊ ആ ഭക്ഷണത്തിന്റെ ശവസംസ്കാരം നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് അവരവിടെ. ഇതേ സമയം ഗൗതം ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കുഴി വെട്ടാണ്. എന്നിട്ട് ആ ഭക്ഷണങ്ങളെല്ലാം അതിനകത്തിട്ട് മൂടുക. ആരെങ്കിലും വരുന്നുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാ ചെയ്യുന്നത്. എന്നാ അങ്ങോട്ട് പാരും വരുന്നില്ല. പ്രിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. ഇനി ചിലപ്പോ പ്രിയ വീണ്ടും വിളിക്കുമ്പോ ഫുഡ് കൊടുത്തയച്ചെന്ന് പറയുമ്പോ തന്നെ പ്രിയക്ക് കാര്യം മനസ്സിലാവും. പിന്നീട് മുത്തശ്ശി കാണാതെ രാധിക എങ്ങണം വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡെല്ലാം രാധിക തന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ വരുണിന്റെ ബർത്ത്ഡേക്ക് രാധിക ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കും വരുൺ ഒരുപക്ഷെ കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്